കേരളത്തിലെ ഒരുപാട് ഓന്ത് രാഷ്ട്രീയക്കാരുണ്ട്. തെരഞ്ഞെടുക്കപ്പെടാനും വോട്ട് കിട്ടാനും വേണ്ടി എന്ത് നാറിയ പണിയും ചെയ്യും. അതിൽപ്പെട്ടൊരു നാറിയ പണി ചെയ്ത ഒരു മഹാനാണ് ഈ പറയുന്ന ലിജു. അദ്ദേഹം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അന്ന് കരഞ്ഞ മുതലക്കണ്ണീരിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്യുന്നത്. 4ാമത്തെ മത്സരമാണ്. 3 തവണയും ഞാൻ പരാജയപ്പെട്ടു. ഒരിക്കൽ കൂടി ജനസമക്ഷം നിൽക്കുന്നു. ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് എനിക്കൊരു അവസരം നൽകണം എന്നാണ്. കണ്ടല്ലോ, അന്ന് എന്നെ 3 തവണ ഞാൻ മത്സരിച്ചു. 3 തവണ ഞാൻ പരാജയപ്പെട്ടു. എനിക്ക് ജനങ്ങളെ സേവിക്കാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് എന്നെ ഒന്ന് ജയിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞ് കരഞ്ഞ് ജനങ്ങളൊക്കെ ജയിപ്പിച്ചു വിട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാഷാശൈലിയും ശരീരശൈലിയും ഒക്കെ മാറിയ കാഴ്ചയാണ് ഈ കാണുന്നത്. ജനങ്ങളോട് പരമപുച്ഛം. രാജ്യത്തെ മൂല്യങ്ങൾ നിലനിൽക്കുന്നുള്ള അതുകൊണ്ട് ആരാധക വൃന്ദം ശാന്തരാകൂ എന്നുള്ളതാണ് പറയാനുള്ളത്. അല്പം ഒന്ന് ഒരു പൊടിക്കടങ്ങണം. ഇവരെല്ലാം ഒരു പൊടിക്കടങ്ങണം. പറയുന്നത് കൊണ്ട് ഭീഷണിപ്പെടുത്തിയും അതല്ലെന്നുണ്ടെങ്കിൽ നവമാധ്യമങ്ങളോട് ആക്ഷേപിച്ച് നിർത്താമെന്ന് കരുതണ്ട. കാരണം ഈ പ്രസ്ഥാനത്തോടുള്ള ആത്മാർത്ഥം കൊണ്ട് തന്നെ പറയുകയാണ്. പൊതുജനങ്ങളാണ് ബഹുഭൂരിഭാഗം. അവരോട് ഇയാൾ സംവദിക്കുന്ന അദ്ദേഹത്തിന്റെ സംവേദന രീതിയാണ് ഈ കാണുന്നത്. കണ്ടല്ലോ, ഏതായാലും ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളൊക്കെ നീതിയുടെ ഭാഗത്താണോ അതോ സ്വാർത്ഥതയുടെ ഭാഗത്താണോ. ജനങ്ങൾ ഏതായാലും തീരുമാനിക്കട്ടെ. 5 വർഷം കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വീണ്ടും ജനങ്ങളെ കാണാനുള്ള ആൾക്കാരാണ്. ഇതൊക്കെ ഒന്നും IAS പദവി പോലെ IPS പദവി പോലെ കാലാകാലം ഉണ്ടുറങ്ങി അധികാരത്തിന്റെ സോപാനത്തിൽ വിരാജിക്കാൻ കഴിയുന്ന വ്യക്തികളൊന്നും അല്ലല്ലോ. 5 കൊല്ലം കഴിഞ്ഞാൽ ജനങ്ങളെ ഫേസ് ചെയ്യേണ്ട ആൾക്കാരല്ലേ. ജനങ്ങൾ തീർത്ത് തന്നോളും ഈ കലിപ്പൊക്കെ.